ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഒരു താഴ്ന്ന ജാതിക്കാരിയെ പിന്നെ ആക്രമിക്കുന്നത്, കടന്നു പിടിക്കുക എന്തോ ചെയ്തു. അപ്പൊ നായകൻ, അതിന്റെ നായകൻ ഇത് ചോദ്യം ചെയ്യുന്ന ആളാണ് നായകൻ, ശിവാജി ഗണേശന്റെ ക്യാരക്ടർ. അപ്പൊ അതിൽ ശിവാജി ഗണേശന്റെ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര പ്രസംഗങ്ങളായിരിക്കും. ഇപ്പൊ സമ്പൂർണ്ണ രാമായണത്തിൽ പിന്നെ ഭരതനായിട്ടാണ് വരിക. ഇപ്പൊ ഭരതന്റെ പ്രസംഗം, രാമനെക്കാളും വലിയ ഭരതന്റെ പ്രസംഗം അങ്ങനെയുണ്ട്. അപ്പൊ അതേപോലെ ഈ ശിവാജി ഗണേശൻ എങ്ങനെ ഇയാൾക്കെതിരെയുള്ള അടുത്ത ഇതാണ് ഈ പിന്നെ ബ്രാഹ്മണനെതിരെയും പിന്നെ ഇതിൽ നിന്ന് അപ്പൊ ദൈവത്തിനെതിരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വിഗ്രഹത്തിനെ നോക്കിയിട്ടാണ് പറയുന്നത് ഭയങ്കര. അപ്പൊ അത് വലിയൊരു അന്നത്തെ ഒരു ഇതായിരുന്നു സെൻസർ. അപ്പൊ എന്താ സംഭവിച്ചാൽ വിഗ്രഹത്തിന്റെ പിന്നിൽ ഈ പൂജാരി ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ വിഷ്വലൈസേഷൻ ആലോചിച്ചോ, അന്നത്തെ ഒരു ഇതാണ് വിഷ്വലൈസേഷൻ ഭയങ്കര ഇതാണ്. അപ്പൊ ലാസ്റ്റിൽ അത് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നു ബ്രാഹ്മണൻ ആയിട്ടുള്ള വിഗ്രഹത്തിനോടാണ് പറയുന്നത്, അത് വലിയൊരു വിഗ്രഹഭഞ്ജനല്ലേ. അപ്പൊ ഇത് പിന്നെ ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ MGR ഒക്കെ അതിന്റെ തുടക്കത്തിൽ പിന്നെ തുടർച്ചയായിട്ട് വരുന്നുണ്ട്, ഒരുപാട് സിനിമകൾ അതിൽ വരുന്നുണ്ട്. അതങ്ങനെ വരികയും പിന്നെ അത് ദ്രാവിഡ പ്രസ്ഥാനത്തിന് പിന്നെ പല ജീർണതകൾ വന്നു. കുടുംബവാഴ്ചയുടെ പ്രശ്നമുണ്ട്, പിന്നെ DMK പിളർന്നു, ADMK, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. പക്ഷേ ഇതൊരു ഒരിക്കലും വിട്ടിട്ടില്ല. ADMK DMK ഇല്ലാതെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒന്നുമില്ല എന്ന് പറയുന്ന പോലെ സിനിമയിൽ ഇത് എപ്പോഴും സജീവമാണ്. മാത്രമല്ല ഇത് വേറൊരു സംഭവം ചെയ്യുന്നുണ്ട്, അതായത് തമിഴ് ഭാഷയ്ക്ക് അതിൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉള്ള ഭാഷയാണ്, വളരെ ക്ലാസിക് ആയിട്ടുള്ള. അതുകൊണ്ട് അവർ തമിഴ് ഭാഷയെ ഒരു ബ്രാഹ്മണരുടെയും അതുപോലെ തന്നെ സംസ്കൃതത്തിൽ നിന്ന് അന്നേ വിമുക്തമാണെങ്കിലും അതിലേക്ക് ഒന്നും പോവാതെ കൂടുതൽ ജനകീയമാക്കി മാറ്റുന്നതിലും ഈ സിനിമ പങ്കുവച്ചിട്ടുണ്ട്. സംഭാഷണം അതുണ്ട്. നമ്മളുടെ ഇല്ല എന്ന് പറയുന്ന വള്ളുവനാടൻ ഭാഷയിലേക്ക് നമ്മുടെ സിനിമ പോകുമ്പോൾ അത് വീണ്ടും